കള്ള് കുടിച്ച് ഒരാളെ കൊന്ന് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ ഇദ്ദേഹത്തിനോട് എന്ത് പരാതിയാണ് സാർ നമ്മൾ പറയേണ്ടത്? കഴിവും മികച്ച സർവീസുമുള്ള മറ്റുള്ള ഉദ്യോഗസ്ഥനെ നിങ്ങൾക്ക് കിട്ടാഞ്ഞിട്ടാണോ ഈ കൊലപാതക കേസിലെ പ്രതിയെ തന്നെ ഇതിൻ്റെ തലപ്പത്തിരുത്തിയത്? സാറം, ഞാനിന്ന് വീഡിയോയിൽ വന്നത് കേരളത്തിലുള്ള സാധാരണക്കാരുടെ മനസ്സിലുള്ള കുറച്ച് സംശയങ്ങൾ അത് തീർക്കാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് വിനയപൂർവ്വം ചോദിക്കട്ടെ. ഇതിന് മറുപടി പറയേണ്ടത് ആരാണെന്ന് എനിക്കറിയില്ല. എങ്കിലും നമ്മുടെ കേരളത്തിനൊരു സർക്കാരുണ്ട്, ഒരു മുഖ്യമന്ത്രിയുണ്ട്. വിനയപൂർവ്വം ചോദിക്കട്ടെ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട പരിഹാര സെല്ലിന്റെ ചുമതല ശ്രീറാം വെങ്കിട്ടരാമനെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? പത്രപ്രവർത്തകനായ പാവം KM ബഷീറിനെ കാറിടിച്ച് കൊന്നതിലെ ഒന്നാം പ്രതിയാണ് അദ്ദേഹം. ഇങ്ങനത്തെ ആളെ തന്നെ വേണ്ടിയിരുന്നോ ഇവിടെ ഇരുത്താൻ? വയനാട്ടിൽ ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ കേരളം ഒന്നാകെ SYS സാന്ത്വനം പ്രവർത്തകർ, വൈറ്റ് ഗാർഡ്, DYFI, SKSSF എന്നിങ്ങനെ എല്ലാ പ്രവർത്തകരും അവിടെ ഓടിയെത്തി. അവർ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ നോക്കുകയാണ് എങ്കിൽ ഇവിടെ ജീവൻ എടുത്ത കേസിന്റെ പ്രതിയെ തന്നെ ഇതിന്റെ തലപ്പത്തിരുത്തേണ്ടിയിരുന്നു. ഒരു കൊലപാതക കേസിലെ പ്രതിക്ക് ഈ ചുമതല നൽകിയതുകൊണ്ട് ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയില്ലേ? കള്ള് കുടിച്ച് ഒരാളെ കൊന്ന് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ ഇദ്ദേഹത്തിനോട് എന്ത് പരാതിയാണ് സാർ നമ്മൾ പറയേണ്ടത്? അതിനു പുറമെ മറവി രോഗമുണ്ട് എന്നും കേൾക്കുന്നു. അങ്ങനെ മറവി രോഗമുള്ള ഒരാളെ ഈ സെല്ലിന്റെ ചുമതല ഏൽപ്പിക്കുന്നത് നല്ലതാണോ? എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഈ സമയത്ത് പല കാരണങ്ങളാൽ കൊണ്ടും വിവാദ നായകനായ ഒരുപാട് ആളുകൾക്കിടയിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഈ ഉദ്യോഗസ്ഥന് ദുരിതാശ്വാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല നൽകുന്നത് ഉചിതമാണോ എന്ന് മുഖ്യമന്ത്രി വിലയിരുത്തണമെന്ന് ബൽറാമിനെ പോലത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാ സാധാരണക്കാരുടെ മനസ്സിലുമുള്ള ചോദ്യം തന്നെയല്ലേ? കൊലപ്പെടുത്തിയതിൽ തെല്ലു മനസ്താപമില്ലാതെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ സംസാരിച്ച അയാളെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയത് അയാൾ ചെയ്ത തെറ്റിന് സപ്പോർട്ട് ചെയ്യുകയാണെന്ന് സാധാരണക്കാരൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് പറയാനൊക്കുമോ? വീണ്ടും വിനയപൂർവ്വം ചോദിക്കട്ടെ. കഴിവും മികച്ച സർവീസുമുള്ള മറ്റുള്ള ഉദ്യോഗസ്ഥനെ നിങ്ങൾക്ക് കിട്ടാഞ്ഞിട്ടാണോ ഈ കൊലപാതക കേസിലെ പ്രതിയെ തന്നെ ഇതിന്റെ തലപ്പത്തിരുത്തിയത്? സാധാരണക്കാർ തന്റെ കയ്യിലുള്ള തുച്ഛമായ പണമടക്കം എല്ലാവരും ഈ ദുരിതാശ്വാസത്തിലേക്ക് സഹായിക്കാൻ മനക്കെടുന്നവരാണ്. എല്ലാവരുടെയും കരളലിഞ്ഞ ഒരു സംഭവമായിരുന്നു വയനാട് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ കോടികളാണ് ആളുകൾ സംഭാവന ചെയ്യുന്നത്. ഇങ്ങനെ കോടികൾ സംഭാവന ചെയ്യുന്ന ഒരു ദുരിതാശ്വാസ സെല്ലിന്റെ പ്രധാന പങ്ക് വഹിക്കാൻ ഇദ്ദേഹത്തെ ഏൽപ്പിക്കുമ്പോൾ സാധാരണക്കാരന് ഇതിൽ വിശ്വാസം ഉണ്ടാവുമോ? സാധാരണക്കാരായ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് വിശ്വസിക്കാൻ പറ്റിയ ഒരാളാവണം. വയനാട് ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളിലേക്ക് ഈ പണം എത്തണം. ഈ പണം കൊണ്ട് അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അത് അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. അതിന് വിശ്വസിക്കാൻ പറ്റിയ ആളെയാണ് ഇതിന്റെ തലപ്പത്തിരുത്തേണ്ടത്. പക്ഷെ ഇങ്ങനത്തെ ആളെ ഇരുത്തിയത് തെറ്റാണെന്ന് സാധാരണക്കാർക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ പറ്റിയ നല്ല സർവീസുള്ള നല്ലൊരു ഉദ്യോഗസ്ഥനെ ഈ സ്ഥാനത്തിരുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വയനാടുള്ള നമ്മുടെ സഹോദരന്മാരെ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് മുന്നേറാം. അതിന് ഇങ്ങനത്തെ ആളുകളെ തലപ്പത്തിരുത്തുന്നത് ശ്രദ്ധിക്കണമെന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.